പുസ്തക പ്രകാശനത്തോടെയാണ് ഈ സെഷൻ ആരംഭിക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ എഴുതിയ വിജയകിരണം എന്ന പുസ്തകം മനോരമ തൊഴിൽ വീഥി എഡിറ്റർ ഇൻ ചാർജ് ശ്രീജിത്ത് കെ വാര്യർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും എഴുത്തുകാരനുമായ ലിബിൻ രാജ് IAS നൽകി പ്രകാശനം ചെയ്യുന്നു. കരിയർ തിരഞ്ഞെടുപ്പ് മുൻപെങ്ങുമില്ലാത്ത വിധം മരീചികയായി നിൽക്കുന്ന കാലമാണിത്. അതിവേഗം സാങ്കേതികവിദ്യകളും തൊഴിലിടങ്ങളുമെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് എന്തു പഠിച്ചാലാണ് 10 അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞാൽ ജോലി ലഭിക്കുകയെന്ന് പ്രവചിക്കാൻ പോലും സാധ്യമല്ല. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു ചർച്ച നടക്കുന്നത്. നമുക്ക് സമയം പാഴാക്കാതെ ചർച്ചയിലേക്ക് കടക്കാം. നമസ്കാരം. ഒരു സാഗരം ശാന്തമായതുപോലെ ഉള്ളൊരവസ്ഥയാണ്. ഷാഫിയുടെ സെഷൻ കഴിഞ്ഞ് എല്ലാവർക്കും താല്പര്യമുള്ളൊരു വിഷയമാണെങ്കിലും അതിലേറെ താല്പര്യമുള്ള ധാരാളം വിഷയങ്ങളിലൂടെ ആളുകൾ കടന്നു പോവുകയാണെന്ന് വിചാരിക്കുന്നു. എനിവേ, നമ്മളെ വിഷയത്തിലേക്ക് വരാം. ജിജി തോംസൺ സാർ, ശ്രീ ലിബിൻ രാജ്, ഇവരെ രണ്ടുപേരെയും കൂടെ ഇരുത്തി സംസാരിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് കുറേ അധികം മറ്റു മുഖങ്ങളാണ്. കാരണം ഈ നമ്മുടെ സിവിൽ സർവീസിലെ സർഗാത്മകത എന്നുള്ളത് വാസ്തവത്തിൽ കുറഞ്ഞു വരുന്നൊരു കാലത്താണ് നമ്മളിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒരുപക്ഷെ അതിൽ നിന്ന് വളരെ സേഫായി മാറി നിൽക്കുന്ന ആളുകളാണോ എന്ന് പോലും തോന്നാറുണ്ട്. CP നായർ സാറ് മുതൽ TN ജയചന്ദ്രൻ സാറ് മുതൽ ബാബു പോൾ സാറ് മുതൽ ജയകുമാർ സാറ് മുതൽ ജിജി തോംസൺ സാറ്, പിന്നീട് വളരെ കുറച്ച് ആളുകളാണ് അതിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ ശ്രീ ലിബിൻ രാജ്, അദ്ദേഹം മലയാള മനോരമയുടെ ഒരു മുൻ പാർട്ട് ടൈം ലേഖകനായിട്ട് പ്രവർത്തിച്ച് മനോരമയുടെ ഭാഗമായി നിന്ന് പിന്നീട് അതേ സമയം തന്നെ സിവിൽ സർവീസിലേക്ക് പഠിച്ച് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു അഭിമാനവും കൂടി ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കാനുണ്ട്. അതെ, അതുകൂടി പറയാം. ജിജി തോംസൺ സാറ് മനോരമയുടെ സ്റ്റാഫായിരുന്നു, മനോരമയുടെ ലേഖകനായിരുന്നു. മാത്രമല്ല മലയാള മനോരമ ബാലജന സഖ്യത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ഇപ്പോഴും മനോരമയുടെ ഏത് ഉദ്യമത്തിലും ആദ്യം വരുന്ന മുഖങ്ങളിലൊന്ന് ജിജി സാറിൻ്റെയാണ്. അദ്ദേഹം വളരെ സജീവമായി നമ്മുടെ ഒരു അടുത്ത ബന്ധു തന്നെയാണ്, അടുത്ത കുടുംബാംഗം തന്നെയാണ്. ഈ രീതിയിൽ ഇവർ രണ്ടുപേരെയും കൂടെ ഇരുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കരിയർ എഴുത്ത് എന്ന് പറയുന്ന വാസ്തവത്തിൽ മലയാളത്തിൽ ഇപ്പോഴും ഡിഫൈൻ ചെയ്യപ്പെടാത്ത ഒരു മേഖലയാണ് അധികമൊന്നും. ഇതിലൊരു സന്തോഷം എനിക്ക് വ്യക്തിപരമായി പങ്കുവയ്ക്കാനുള്ളത്, ഇന്നിപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്ത ഈ പുസ്തകം തൊഴിൽ വീഥിയിൽ അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം എഴുതിയ ഒരു കോളം തന്നെയാണ് പുസ്തകമായി മാറിയത്. ഇതിന് തൊട്ട് മുമ്പ് ഒരു മോട്ടിവേഷണൽ കോളം തൊഴിൽ വീഥിയിൽ കൈകാര്യം ചെയ്തിരുന്നത് ശ്രീ ലിബിൻ രാജ് ആയിരുന്നു. അതും ഒരു പുസ്തകമായി എന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പ് എഴുതിയിരുന്നത് ജയകുമാർ സാറായിരുന്നു, അതും പുസ്തകമായിട്ടുണ്ട്. അതിനു മുമ്പ് എഴുതിയിരുന്നത് ശ്രീ ഗോപിനാഥ് മുതുകാടായിരുന്നു, അതും പുസ്തകമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സന്തോഷം എന്താ വെച്ചാൽ നമ്മളത് ചെയ്യുന്ന ഒരു കാര്യത്തിന് നല്ലൊരു റിസൾട്ടിലേക്ക് പോകുന്നു എന്നുള്ള. അപ്പോൾ അത് ഈ കരിയർ എഴുത്തുമായി ബന്ധപ്പെട്ട് ഈ ലിബിൻ രാജ് അതിനകത്തൊരു മോഡൽ അതിനകത്ത് ഉണ്ടാക്കിയെടുത്തു. ഞങ്ങൾ ഒരു കോളത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം തന്നെയാണ് സജസ്റ്റ് ചെയ്തത്, സാധാരണ പറയുന്ന ഒരു മോട്ടിവേഷണൽ കോളത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഞാൻ അതിനൊരു ഫിക്ഷനാക്കി മാറ്റി എഴുതിക്കോട്ടെ ശ്രീത്. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്, ഒരു സംശയമില്ല, അത് നല്ലൊരു ആശയമാണ്. അപ്പോൾ അങ്ങനെ ഒരു കരിയർ ആസ്പിരൻറ്റിൻ്റെ ഒരു ലൈഫ് അദ്ദേഹം ഒരു പുസ്തക രൂപത്തിൽ, ഒരു നോവൽ രൂപത്തിൽ എഴുതുകയും അത് പിന്നീട് അതിനെ കുറേ കൂടി എലാബറേറ്റ് ചെയ്ത് മാബിനി എന്ന പേരിൽ ഒരു പുസ്തകമായി മനോരമ ബുക്സ് തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ ജിജി തോംസൺ സാറിനോട് ചോദിക്കുമ്പോൾ ആദ്യമായി ചോദിക്കാനുള്ളത്, ഈ കരിയർ എന്നുള്ള ഒരു വാക്കിന് നമ്മൾ സാധാരണ പറയുന്ന പല അർത്ഥങ്ങളുണ്ട്. സ്വതവേ ഒരു സാധാരണ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കരിയർ എന്ന് നമ്മൾ പറയുന്നത് പഠനം എന്നാണ് പെട്ടെന്ന് ആളുകൾക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ കരിയർ എന്ന് പറയുന്ന വാക്കിന് നമ്മൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നോക്കിയാൽ ഒരുപാട് തരത്തിലുള്ള അർത്ഥങ്ങൾ കാണാം. അതിലൊരു അർത്ഥം പറയുന്നത് എ പേഴ്സൺസ് ഓവറോൾ പ്രോഗ്രസ് ഇൻ ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ജോലിയുമായിട്ട് മാത്രമല്ല, പഠനവുമായി മാത്രമല്ല, പല മേഖലകളിലുള്ള ഒരാളുടെ ഓവറോൾ ഗ്രോത്താണ് വാസ്തവത്തിൽ കരിയർ എന്ന് പറയുന്നു. ഈ എഴുത്തിനെ കരിയറിലേക്ക് കൊണ്ടുവരുന്നതും കരിയറിനെ എഴുത്തിലേക്ക് കൊണ്ടുവരുന്നതുമായുള്ള ആ ഒരു ജാലവിദ്യ ഒന്ന് അവതരിപ്പിച്ചാൽ നല്ലതായിരുന്നു. താങ്ക് യു ശ്രീജിത്ത്.
ഞാനിത് പറയുമ്പോൾ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു. 1977-79 കാലങ്ങളിൽ ഞാൻ MA എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ പ്രൊഫസർ വന്നിട്ട് ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുത്തു. ഡെഫിസിറ്റ് ഫൈനാൻസിങ് നിങ്ങൾക്കറിയാം, വരുമാനത്തിൽ കൂടുതൽ ചിലവ് വരുന്നു, അത് ഗവൺമെൻറ് അത് ഫൈനാൻസ് ചെയ്യുന്ന രീതിയാണ് ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറയുക. അപ്പോൾ വരുമാനവും പിന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചറും അത് രണ്ടും തുല്യത പാലിക്കണം എന്നുള്ളതാണ് ഐഡിയൽ സിറ്റുവേഷൻ. പക്ഷേ എക്കണോമിക്സിൽ അതിനൊരു 10% 15% ഒക്കെ വേണമെങ്കിൽ കൂടുതൽ ചിലവഴിക്കാമെന്നുണ്ട്. അതിലും കൂടുതലായാൽ അപകടമാണ്. അപ്പോൾ ഡെഫിസിറ്റ് ഫിനാൻസിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും ഒരു എസ്സേ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ എസ്സേ എഴുതി. MAക്ക് പഠിക്കുമ്പോഴാണ് ആ എസ്സേ എഴുതിയത്. ഞാനത് എഴുതിയ സമയത്ത് ഞാനത് തുടങ്ങും എസ്സേ എഴുതുമ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ഡെഫിസിറ്റ് ഫൈനാൻസിങ് ആണ് നമ്മുടെ എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിൽ വന്നത് സാമുവൽ കോൾറിഡ്ജിൻ്റെ ദ റൈം ഓഫ് ഏൻഷ്യൻ്റ് മാരിനർ എന്ന കവിതയാണ്. ആ കവിതയിൽ ഏൻഷ്യൻ്റ് മാരിനർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അദ്ദേഹം നടന്നുപോയ വഴിയും എല്ലാം അതിനകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവസാനം ഈ കപ്പൽ ഛേദത്തിൽ പെടുമ്പോൾ ഇതിന് കപ്പൽ ഛേദമുണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് അവരെല്ലാവരും കൂടി അന്വേഷിക്കും. അപ്പോൾ എല്ലാവരും പറയും ഇതിന് കാരണം ഈ ഇപ്പോൾ മുകളിൽ കൂടി പറക്കുന്ന കടൽക്കാക്കയാണ് എന്ന് പറഞ്ഞ്, ആൽബട്രോസ് ആണെന്ന് പറഞ്ഞ് അതിനെ കൊല്ലും, വെടിവെച്ച് കൊല്ലും. അപ്പോൾ അതാണ്, പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിലെ ഇതിവൃത്തം. അപ്പോൾ അന്ന് ഞാനത് എഴുതിയപ്പോഴേ ഞാൻ ഈ സംഭവം വിവരിച്ചിട്ട് കോൾറിഡ്ജിൻ്റെ ഈ 4 വരികൾ, then all a word, I had killed the bird that brought the fog and mist. It was right, said they, such birds to slay that bring the fog and mist. ഈ ഫോഗ് ആൻഡ് മിസ്റ്റ് എന്നുള്ളത് കഷ്ടപ്പാടുകൾ കൊണ്ടുവരുന്ന ഇത്തരം പക്ഷികളെ കൊല്ലുന്നതാണ് ഇതിനുള്ള ഏക പരിഹാര മാർഗം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയാണ് ഡെഫിസിറ്റ് ഫൈനാൻസിങ് കൊണ്ടുവന്നാൽ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ തലയിൽ കെട്ടിവയ്ക്കുന്നത് ശരിയല്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കോട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് എസ് സി ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ട് പ്രൊഫസർ പറഞ്ഞു, എസ് സി ഒക്കെ കൊള്ളാം, പക്ഷേ ഇതിനകത്ത് ഈ സാഹിത്യമൊന്നും വേണ്ട, ഇതിനകത്ത് കവിതയ്ക്ക് എന്താ പ്രസക്തി, അതുകൊണ്ട് കവിതയൊന്നും വേണ്ട, ഇത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊന്നും ഇതിനകത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ അന്നൊന്നും എതിർത്തൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ചു അദ്ദേഹം പറയുന്നത് ശരിയല്ല. കാരണം നമ്മൾ ഏത് കാര്യം എഴുതിയാലും, അത് കരിയറിനെ കുറിച്ച് എഴുതിയാലും അല്ലാത്തതാണ് എങ്കിൽ പോലും, എവിടെയെല്ലാം ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കുമോ അവിടെയെല്ലാം ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക തന്നെ വേണം. അതുപോലെ എൻ്റെ കവിതയെക്കുറിച്ചുള്ള എൻ്റെ ഒരു സങ്കല്പം അതിന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഞാനതിന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം. കാരണം ഈ നോവലുകളുടെ ഉപോദ്ഘാതമായി കവിതാഖണ്ഡങ്ങൾ തൊടുക്കുന്ന രീതി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുണ്ട്. ഇപ്പോൾ മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റീൻ എന്ന നോവൽ തുടങ്ങുന്നത് തന്നെ ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന കവിതയിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഡിഡ് ഐ റിക്വസ്റ്റ് ദി മേക്കർ ഫ്രം മൈ ക്ലേ ടു മൗൾഡ് ദ മാൻ എന്ന ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുപോലെ ഹെർമൻ മെൽവിലയുടെ മോബി ഡിക്ക് എന്ന നോവലിൽ സാമുവൽ കോൾറിഡ്ജിൻ്റെ ഈ റൈം ഓഫ് ദി ഏൻഷ്യൻ്റ് മാരിനറിലെ വരികൾ നിരന്തരം കോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എവർ ആൻഡ് എനൺ ദ ഗ്രേറ്റ് വെയിൽ കെയിം ബ്രീച്ചിങ് എന്ന് പറയുന്നു. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ കൂടെ പറയുന്ന ഒന്നാണ്, മേ അവർ ഡ്രീംസ് നെവർ ബി സ്മോളർ ദാൻ അവർ ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ അനിത ദേശായിയുടെ കവിതയിൽ മലയാളത്തിലും ധാരാളമുണ്ട്. ഇപ്പോൾ CV രാമൻപിള്ളയുടെ പിന്നെ ചരിത്രാഖ്യായികളുടെ അധ്യായങ്ങൾക്ക് മുമ്പിൽ ഉദ്ധരണികൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ തുടങ്ങുന്നത് തന്നെ പിന്നെ എടശ്ശേരിയുടെ സൗന്ദര്യ പൂജയിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. മർത്യൻ സുന്ദരനാണ്, കാരണം ഉയർകൊള്ളും വികാരങ്ങൾ തൻ നൃത്യത്തിനു മുതിർക്കുവാൻ സ്വയം ഒഴിഞ്ഞൊട്ടോരരങ്ങാണ് അവൻ എന്ന ശ്ലോകത്തോടെയാണ്. ഇനി MTയുടെ മഞ്ഞെടുത്ത് നോക്കുക. അത് തുടങ്ങുന്നത് ആദ്യത്തെ തുടക്കം തന്നെ ഒരു പ്രശസ്തമായ ഇംഗ്ലീഷ് കവിതയുടെ വിവർത്തനമാണ്. അത്
ആർച്ചിബാൾഡ് മക്ലീഷ് എഴുതിയ ഒരു കവിതയുടെ മലയാള വിവർത്തനത്തിലൂടെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ എവിടെയെല്ലാം ഇതിനുള്ള സാധ്യതകളുണ്ട് അവിടെയെല്ലാം അത് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കരിയർ എന്നിപ്പം ശ്രീജിത്ത് പറഞ്ഞു, കരിയർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തൊഴിൽ കിട്ടുകയല്ല, അത് നമ്മളുടെ വ്യക്തി വികാസത്തിനുള്ള ഒരു മാർഗമാണ്. ഇപ്പം ഞാൻ IAS ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചേരുമ്പോൾ അതെൻ്റെ കരിയറാണെന്ന് പറഞ്ഞുകൂടാ. കാരണം അതിൽ നിന്നും ഒരുപാട് നൂറുകണക്കിന് ആയിരക്കണക്കിന് IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാർഗം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ വികാസം പൂർത്തിയാകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് വെറുതെ ഒരു ഫാക്ച്വലായിട്ട് മാത്രം എഴുതാതെ അതിൽ എവിടെയെല്ലാം ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാമോ ആ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക തന്നെ, സർഗാത്മകമാക്കുക തന്നെ വേണം. ഇപ്പം ഞാൻ തന്നെ, ശ്രീജിത്തിന് അറിയാമല്ലോ, ഈ പുസ്തകം ഈ ലേഖനങ്ങൾ എഴുതുന്ന സമയത്ത് എവിടെയെല്ലാം സ്വന്തം ഒരു കഥ പറയുന്ന രീതിയിൽ എഴുതുക. എനിക്ക് കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്, ഇത് സർഗാത്മകമാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ പറയാനും മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇത് ഈ നമ്മുടെ കരിയർ എഴുത്ത് അത് സർഗാത്മകമാക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അത് നമ്മളുടെ വായനയിൽ നിന്നും നമ്മൾ തപ്പിയെടുക്കുന്ന പിന്നെ കോണ്ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ മറ്റ് ഉദാഹരണങ്ങൾ അതെല്ലാം നിറച്ചുകൊണ്ട് വേണം പറയാൻ, അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ചെറുപ്പക്കാർക്ക് അത് പ്രചോദനാത്മകമാവില്ല. ശ്രീ ലിബിൻ രാജ് അദ്ദേഹം എഴുത്തിനെ സജീവമായി കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ഇപ്പോൾ ജിജി തോംസൺ സാർ പറഞ്ഞപ്പോഴും ഇവരോട് രണ്ടുപേരോടും പലപ്പോഴും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും തോന്നുന്ന ഒരു കാര്യം, തൊഴിലിൻ്റെ ഒരു പ്രശ്നം നിങ്ങളെ എഴുത്തിൽ നിന്നോ അല്ലെങ്കിൽ സർഗാത്മക പ്രക്രിയയിൽ നിന്നോ എപ്പോഴെങ്കിലുമൊക്കെ മാറ്റി നിർത്തുന്നുണ്ടാവും. അത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന്, മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് തൊഴിലിൻ്റെ പേര് പറഞ്ഞ് അത് മാറ്റി വയ്ക്കുന്നില്ല എന്നുള്ളതെല്ലാം. ഇപ്പം വായന എന്ന ഒരു ഘടകത്തെക്കുറിച്ച് സാറ് പറഞ്ഞു. കവിത അംശം നമുക്ക് പുസ്തകത്തിനെ എങ്ങനെ ഫലപ്രദമായി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് പ്രധാനപ്പെട്ടത്. അങ്ങ് റെയിൽവേ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. നിർഭാഗ്യവശാൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരാൻ പറ്റാതെ പോയ ഒരാളാണ്. ഒരുപക്ഷെ നാളെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ചില നിയമപ്രശ്നങ്ങളിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പം ഇത്തരം തിരക്കുകൾ മാറ്റി വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് 24 മണിക്കൂറേ ഉള്ളൂ നിങ്ങൾക്കും സാധാരണ സാഹിത്യകാരനും ഒക്കെ സമയം. എങ്ങനെയാണ് ഒരു സർഗാത്മക പ്രക്രിയയ്ക്ക് ഒരു സിവിൽ സർവൻ്റ് സമയം കണ്ടെത്തുന്നത്? നമസ്കാരം. ആദ്യം തന്നെ സർഗാത്മക എഴുത്തും കരിയർ എഴുത്തും രണ്ടും രണ്ട് മേഖലകളിൽ നിൽക്കുന്നതാണ് മലയാളത്തെ. ഒരുപക്ഷെ ജി തോമസൺ സാർ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ എത്ര പേര് ആൽക്കമിസ്റ്റ് എന്ന പൗലോ കൊയ്ലോയുടെ നോവൽ വായിച്ചിട്ടുണ്ട്? എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഒരുമാതിരിപ്പെട്ട എല്ലാവരും ആ നോവൽ വായിച്ചു കാണും. അതൊരു കരിയർ ഫിക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അതൊരു കോർ ഫിക്ഷൻ പുസ്തകമല്ല ഇപ്പോൾ. അതേപോലെ ടു കിൽ എ മോക്കിംഗ് ബേർഡ് ബൈ ഹാർപ്പർ ലീ വായിച്ചിട്ടുള്ളവർ ഈ ഗ്രൂപ്പിലുണ്ടെന്ന് തോന്നുന്നു. അതും ഒരു കരിയർ ഫിക്ഷൻ പുസ്തകമാണ്, ഒരു കരിയർ എഴുത്താണ്. പക്ഷേ മെയിൻ സ്ട്രീം ലിറ്ററേച്ചർ ഈ രണ്ട് പുസ്തകങ്ങളെയും അംഗീകരിക്കുന്നില്ല. ഈ രണ്ട് പുസ്തകങ്ങളും ലോകപ്രസിദ്ധമാണെങ്കിലും കോർ ലിറ്ററേച്ചറിൽ ഈ രണ്ട് പുസ്തകങ്ങളെയും പരിഗണിക്കുന്നേയില്ല. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ചെറുകഥാ സമാഹാരം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിലെ ഒരു പ്രമുഖ പ്രസാധകൻ്റെ അടുക്കൽ പോകുന്നത്. ഞാൻ എൻ്റെ 20 ചെറുകഥകളും കൊണ്ട് പോകുമ്പോൾ അതെനിക്ക് സിവിൽ സർവീസ് കിട്ടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ലിബിൻ, ഇപ്പോൾ ചെറുകഥകൾക്ക് വലിയ മാർക്കറ്റില്ല, അതുകൊണ്ട് സിവിൽ സർവീസിനെ കുറിച്ചൊരു പുസ്തകം എഴുതും. അപ്പോൾ എൻ്റെ 23ാമത്തെ വയസ്സിൽ, അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് സ്വപ്നം കണ്ടത് 60ാമത്തെ വയസ്സിൽ ഒരു നോവൽ എഴുതണം, അത് മലയാളത്തിലെ ഒരു പ്രമുഖ പ്രസാധക പബ്ലിഷ് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. എൻ്റെ 23ാമത്തെ വയസ്സിൽ മലയാളത്തിലെ ഒരു പ്രമുഖ പ്രസാധകൻ എൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ആവേശത്തിൽ ഞാൻ സമ്മതിച്ചു. 1 മാസം കൊണ്ട് നിങ്ങൾക്കും ജയിക്കാം സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറങ്ങി. ഒറ്റയടിക്ക് ഏകദേശം 6 മാസത്തിനുള്ളിൽ എഡിഷനുകൾ തുരുതുരാ വരുന്നു. ഏകദേശം 6 എഡിഷനുകൾ 3 മാസത്തിനുള്ളിൽ സംഭവിക്കുന്നു. 1 വർഷത്തിനുള്ളിൽ 10 എഡിഷൻ കിടക്കുന്നു. എനിക്ക് നല്ല റോയൽറ്റി എമൗണ്ട് കിട്ടുന്നു. അപ്പോൾ ഇത് എനിക്ക് വലിയ സന്തോഷമായി. കാരണം എന്നെ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമായി ഈ പുസ്തകം മാറുന്നു. ഞാൻ വീണ്ടും വേറൊരു പ്രസാധകനെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓൾറെഡി എൻ്റെ ആദ്യത്തെ പുസ്തകം സൂപ്പർ ഹിറ്റായി എന്നുള്ള തോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അദ്ദേഹത്തെ ഞാനൊരു നോവലുമായിട്ടാണ് സമീപിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ലിബിന് മലയാളത്തിൽ നോവലുകൾ ഇപ്പോൾ അധികം വിറ്റ് പോകുന്നില്ല. ഇതൊരു 10 വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ലിബിനൊരു കാര്യം ചെയ്യൂ, ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് സർവീസിനെ കുറിച്ചൊരു പുസ്തകം എഴുതും. ഞാനിപ്പോൾ വീണ്ടും 2ാമത്തെ പ്രമുഖ പ്രസാധകനാണ്, ഞാൻ സമ്മതിച്ചു, എഴുതി. അതും വലിയ ഹിറ്റായി, ഏകദേശം 4-5 എഡിഷനുകൾ പോയി. പക്ഷെ അപ്പോഴും കോർ ലിറ്ററേച്ചറിലെ ആളുകൾ ഈ പുസ്തകങ്ങൾ വായിക്കുകയോ ഈ പുസ്തകങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉയർത്തുകയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും ഡിസ്കസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അപ്പോഴാണ് എനിക്ക് അപകടം മനസ്സിലായത്. കാരണം യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെറുകഥാ മത്സരത്തിൽ 3 തവണ 1ാം സ്ഥാനം, അങ്കണം ചെറുകഥാ പുരസ്കാരം, ഇതൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ചെറുകഥ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കോർ ലിറ്ററേച്ചറിൽ നിന്ന് തന്നെ അതിൻ്റെ പുറമ്പോക്കിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കോർ ലിറ്ററേച്ചറിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾ ജീവിതത്തെ പഠിക്കണം, ജീവിത അനുഭവങ്ങൾ എഴുതണം. അത്തരം അനുഭവങ്ങൾ ലിറ്ററേച്ചറിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത്തരം പുസ്തകങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാവുള്ളൂ. അങ്ങനെയാണ് ഞാൻ എൻ്റെ മാർഗരീറ്റ എന്ന് പറയുന്ന നോവൽ എഴുതുന്നത്. അതിനുശേഷം ആൻറ്റി കർമ്മ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതി. മാർഗരീറ്റയ്ക്ക് പത്മരാജൻ പുരസ്കാരവും നൂറനാട് ഹനീഫ പുരസ്കാരവും കിട്ടിയപ്പോഴാണ് എൻ്റെ ഉള്ളിലെ എഴുത്തുകാരന് ഒരു സമാധാനം വന്നത്. അതുവരെ ഞാൻ നിരന്തരമായി എൻ്റെ സർവീസ് ജീവിതത്തിനിടയിൽ അതിതീവ്രമായി സമയം കണ്ടെത്തി. ഒരുപക്ഷേ എൻ്റെ സർവീസ് ജീവിതം ഏകദേശം 12-13 മണിക്കൂറായി ഞാൻ ഓഫീസിൽ ചെലവഴിക്കുകയാണെങ്കിൽ വീട്ടിൽ മടങ്ങിയെത്തി രാത്രിയിൽ ഏകദേശം 10 മണി തൊട്ട് 3 മണി വരെ ഇരുന്ന് ഈ പുസ്തകങ്ങൾ എഴുതുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം പുസ്തകങ്ങൾ വളരെ കുറഞ്ഞ പീരീഡിൽ, ഞങ്ങൾ ഗോസ്റ്റ് റൈറ്റേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റൻറ്റിനെ വെച്ച് പുസ്തകം എഴുതുകയോ അതും അല്ലെങ്കിൽ ചാറ്റ് GPT ഉപയോഗിച്ച് പുസ്തകം എഴുതുന്നൊരു കാലമല്ല. ഒരു 2012 തൊട്ട് 2021 വരെ ഞാൻ ഏകദേശം 12 പുസ്തകങ്ങൾ എഴുതി തീർത്തത് എങ്ങനെയെങ്കിലും കോർ ലിറ്ററേച്ചറിലേക്ക് കടക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹമാണ്. അപ്പോഴും ഞാൻ പറയുന്നത്, ഈ സർഗാത്മകമായ എഴുത്തിന് ശ്രീജിത്ത് എന്നോട് തൊഴിൽ വീതിയിൽ ഈ കുറിപ്പ് എഴുതാൻ പറയുമ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ഒരാഴ്ചത്തേക്ക് എനിക്ക് സബ്ജക്റ്റ് കിട്ടും, ഒരാഴ്ചത്തേക്ക് നല്ല ഒരു തീം കിട്ടും. അടുത്ത ആഴ്ച ഇത് ആഴ്ച തോറുമുള്ള പെട്ടെന്ന് എഴുതേണ്ട ഒന്നാണ്. അടുത്ത ആഴ്ചത്തേക്ക് തീം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമാണ്. 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ തീം കിട്ടില്ല. അങ്ങനെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് കരിയർ എഴുത്തില്ല. ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസം ആത്മവിശ്വാസത്തെക്കുറിച്ച് എഴുതാം, 2ാമത്തെ ദിവസം കഠിനാധ്വാനത്തെക്കുറിച്ച് എഴുതാം, 3ാമത്തെ ദിവസം നിങ്ങൾക്ക് നിസ്വാർത്ഥമായ ജീവിതത്തെക്കുറിച്ച് എഴുതാം, 4ാമത്തെ ദിവസം ഏതെങ്കിലും ലോകപ്രശസ്തനായ ആളുടെ ഒരു ജീവിതം ഉദ്ധരിക്കാം. 5-6 ആഴ്ച എത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധനമില്ല, സ്റ്റോക്ക് തീർന്നു. പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബുക്കുകൾ റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ആഴത്തിലുള്ള ഡീപ്പ് തിങ്കിങ് വേണം. അതൊന്നും ഈ സർവീസ് ജീവിതത്തിനിടയ്ക്ക് നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫിക്ഷൻ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ ഫിക്ഷനെ മനസ്സിൽ കാണുന്നു, അതിലേക്ക് കരിയർ കൊണ്ടുവരികയാണെങ്കിൽ അത് ആളുകൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുമെന്നുള്ളത്. എൻ്റെ മാബിനെ വായിച്ച എഴുത്തുകാരൻ മുൻപിലുണ്ട്. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ പല ആളുകൾ, അതായത് കരിയറിനെ വളരെ ഗൗരവമായിട്ട് കാണുന്ന കുട്ടികൾ, അവർ കോർ ലിറ്ററേച്ചറിലേക്ക് പോവാതെ, കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ജീവിതം വായിക്കണമെങ്കിൽ ഒരാൾ OV വിജയനെയോ SK പൊറ്റക്കാടിനെയോ ബഷീറിനെയോ ഒക്കെ വായിക്കണം. പക്ഷെ കരിയർ വായിക്കേണ്ട ഒരാൾക്ക് അവരിലേക്ക് പോകേണ്ട കാര്യമില്ല. കരിയറിൽ ഇഷ്ടംപോലെ ഓപ്ഷനുകളുണ്ട്. ഈ കരിയർ പുസ്തകങ്ങളെ പണ്ട് ഗൈഡ് പുസ്തകങ്ങൾ എന്നാണ് അവഹേളിച്ചിരുന്നത്. ഇപ്പോൾ ഈ BS വാര്യർ സാറ്, G തോംസൺ സാറ്, അതേപോലെയുള്ള പ്രമുഖരായ സിവിൽ സർവീസിലുള്ള എഴുത്തുകാരും അതോടൊപ്പം തന്നെ കരിയർ വിദഗ്ധരും പുസ്തകം എഴുതിയതിന് ശേഷമാണ് ഈ മേഖലയ്ക്ക് ഒരു അടിത്തറയുണ്ടായത്. അതിന് മുമ്പ് ഗൈഡ് പുസ്തകങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് സിവിൽ സർവീസിനെ കുറിച്ചൊരു നിങ്ങൾക്ക് തയ്യാറെടുക്കണമെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് പോകുന്നു, ഒരു പുസ്തകശാലയിൽ പോകുന്നു, നിങ്ങൾ അവിടെ ഏത് എഴുത്തുകാരനൊന്നും നോക്കുന്നില്ല, നിങ്ങൾ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട പുസ്തകം മാത്രമേ എടുക്കുന്നുള്ളൂ. ബാങ്കിങ്ങിനെ കുറിച്ച്, ഒരു ബാങ്ക് ജോലി കിട്ടാൻ പോകുന്ന ഒരു പഠിതാവ്, ഒരു ഉദ്യോഗാർത്ഥി ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം എടുക്കുക, അതിൻ്റെ ആരാണ് എഡിറ്റ് ചെയ്തത്, ആരാണ് എഴുതിയതെന്ന് പോലും വളരെ ലെസ് ബോധേഡാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ അങ്ങനെയാണെങ്കിൽ ഒരു പുസ്തകശാലയിൽ പോകുമ്പോൾ SK പൊറ്റക്കാടിൻ്റെ ജീവിതം എടുത്തു, അപ്പോൾ അത് മതി. ഇനി പ്രണയത്തിന് ബഷീറിൻ്റെ പ്രണയം എടുക്കാം, ഇനി പ്രകൃതിയെക്കുറിച്ച് 3ാമതായിട്ട് OV വിജയൻ്റെ പുസ്തകം എടുക്കാം എന്ന് നമ്മൾ വിചാരിക്കാറില്ലല്ലോ. നമ്മൾ ഒരു എഴുത്തുകാരൻ്റെ പലതരത്തിലുള്ള നോവലുകൾ വായിക്കും. പക്ഷെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം സർഗാത്മക എഴുത്തിലില്ല. അതേപോലെ സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ക്രിയേറ്റിവിറ്റിക്ക് സമയം കണ്ടെത്തുക എന്നുള്ളത് ഒരു പണിപ്പെട്ട ജോലിയാണ്. അതുകൊണ്ടാണ് ഒരു ഏകദേശം 98% സിവിൽ സർവീസുകാരും പുസ്തകങ്ങൾ എഴുതാതിരിക്കുകയും 2% ആളുകൾ പുസ്തകം എഴുതുന്നതിന് കാരണം അവരുടെ ഉള്ളിലുള്ള എഴുത്തുകാരനാവണമെന്നുള്ള പാഷൻ കൊണ്ടാണ്. ഈ BS വാര്യർ സാറിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞു, അത് അദ്ദേഹം കേരളത്തിൽ ഈ കരിയർ എഴുത്തിൻ്റെ ഒരു പെരുന്തച്ഛനാണ്. ഇപ്പോഴും മനോരമയ്ക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്നു, തൊഴിൽ വിധിക്ക് വേണ്ടി അദ്ദേഹം കോളങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹവുമായിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇത് എഴുതണമെങ്കിൽ പുസ്തകം വായിക്കേണ്ടതില്ല എന്നൊരു വിചാരം പൊതുവിലുണ്ട്. പക്ഷെ അതല്ല ശരി. ഞാൻ ഇന്നും എല്ലാ ദിവസവും സംസ്കൃതം വായിക്കാറുണ്ട്, രാമായണം വായിക്കാറുണ്ട്, മറ്റ് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്.
പക്ഷെ ഞാൻ എഴുതുന്നതിൽ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അണ്ടർലൈങ് ആയിട്ടുണ്ട്. ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്ന ആൾ അയാൾ എന്ത് എഴുതുന്നു എന്നുള്ളതല്ല, എന്ത് ഉള്ളിലുണ്ട് എന്നുള്ളതാണ് വാസ്തവത്തിൽ പ്രധാനം എന്നുള്ളത്. അപ്പോൾ ജിജി തോംസൺ സാറ് സംസാരിക്കുമ്പോഴുള്ള സരസത അദ്ദേഹത്തിൻ്റെ എഴുത്തിലുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല എഴുത്തും വായിച്ചിട്ട് ഒരുപാട് പൊട്ടിച്ചിരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുപോലെ പ്രത്യേകിച്ച് നമുക്ക് സീരിയസ് ആയിട്ട് എഴുതാൻ വളരെ എളുപ്പമാണ്, തമാശ എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ്, എഴുതി ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ എഴുത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു വായനയുടെ പശ്ചാത്തലം നമ്മുടെ പുതിയ സിവിൽ സർവീസ് മേഖലയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് സംശയം. ഒരു പക്ഷേ എല്ലാവരും പറയുന്നത് റിട്ടയർ ചെയ്തിട്ട് വായിക്കണം, അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിട്ട് അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറയുന്ന പോലെയാണ് റിട്ടയർ ചെയ്തിട്ട് വായിക്കണം എന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണ് ഒരു ബൗദ്ധികമായ ഒരു നിലവാരത്തിലേക്ക് ഈ ക്രിയാത്മകതയെ കൊണ്ടുവരാൻ പറ്റുക? നമ്മുടെ പൊതുവിലുള്ള ഒരു ബ്യൂറോക്രാറ്റ്സിൻ്റെ ഇടയിലുള്ളൊരു അവസ്ഥയാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീജിത്ത്, പൊതുവേ ഇപ്പോഴൊരു വായന വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ വന്നതോടുകൂടി പുസ്തകങ്ങൾ വായിക്കുന്നത് വളരെ വളരെ കുറവാണ് എല്ലാവരിലും, എല്ലാ മേഖലകളിലും. കാരണം ഇപ്പോൾ തന്നെ പ്രത്യേകിച്ചും വലിയ പുസ്തകങ്ങൾ അത് വായിക്കുന്നത് കുറവാണ്. അതുകൊണ്ടാണ് ചെറിയ പുസ്തകങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ പുസ്തകം തന്നെ ഇപ്പോൾ 52 അധ്യായങ്ങൾ 52 ആഴ്ചകളിലായിട്ട് എഴുതിയാണ്. ശ്രീജിത്തിന് അറിയാമല്ലോ, 500 വേർഡ്സ് എന്ന ലിമിറ്റ് വെച്ചാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ വായിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വലിയ ലേഖനമാണെങ്കിൽ പലപ്പോഴും ചെറുപ്പക്കാർക്ക് വായിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ലേഖനങ്ങളാണെങ്കിൽ ചെമ്മിഴിൽ ഒതുക്കി പറയുകയാണെങ്കിൽ അത് നന്നാവും എന്നുള്ള ധാരണയിലാണ് ഞാനത് വലുതാക്കാതിരുന്നത്. ഇനി വായന സിവിൽ സർവീസിനകത്ത് വളരെ വളരെ കുറവാണ്. ഒന്നാമത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഈ IAS ഓഫീസേഴ്സിനുള്ള ഒരു കുഴപ്പം, ഈ പരീക്ഷ എഴുതി ജയിച്ച് IAS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാത്തിൻ്റെയും മീതെയാണ് എന്നൊരു വിചാരമുണ്ട്. ഇപ്പം ഞങ്ങൾ IAS അക്കാഡമിയിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇനി ഒന്നും എനിക്ക് പഠിക്കാനില്ല, ഞാൻ ഐ എം അറ്റ് ദ ടോപ്പ് ഓഫ് ദ വേൾഡ്, നൗ എവരി വൺ വിൽ ലിസൺ ടു മീ എന്നൊരു ചിന്തയാണ്. ഈ ത്രക്ഷരി പേരിന് പുറകിലുള്ളത് കൊണ്ട്, IAS എന്ന ത്രക്ഷരി ഉള്ളത് കൊണ്ട് എല്ലാമായി എന്ന് വിചാരിക്കുന്നിടത്താണ് കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വായനാശീലം തുടങ്ങിയത് വളരെ ചെറുപ്പത്തിലേ വായന തുടങ്ങിയ ആളാണ്. ആദ്യമൊക്കെ ഡിറ്റക്റ്റീവ് നോവൽസാണ് വായിച്ചത്, പിന്നീടാണ് അതായിരുന്നു താല്പര്യം കൂടുതൽ ആ സമയത്ത്. അപ്പോൾ അതൊരു നല്ല കാര്യമായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം വലിയ കൗതുകം, ഒരു ഇൻക്വിസിറ്റി ഉണ്ടാക്കാനായിട്ടത് വളരെയധികം സഹായിച്ചു. പിന്നെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അതിപ്പോൾ അതിന് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളിന് സമയമില്ല എന്നൊരു പരാതി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഇപ്പം നേരത്തെ ലിപിൻ പറഞ്ഞതുപോലെ 10-12 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നാലും വീണ്ടും രാത്രി 10 തൊട്ട് 3 മണി വരെ ഇരുന്ന് എഴുതാൻ പ്രേരിപ്പിക്കുന്നത് എന്താ? കാരണം വായിച്ചതിൽ നിന്നും ഉൾക്കൊണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കണം, ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ അതുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതാണ്, അങ്ങനെ ചെയ്യാൻ സാധിക്കും. പിന്നെ സിവിൽ സർവീസിൽ ഇപ്പം ഞാൻ സരസമായിട്ട് എഴുതുന്നു എന്ന് അങ്ങ് പറഞ്ഞു. കാരണം ഞാൻ സിവിൽ സർവീസിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ക്യാബിനറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഒരു മന്ത്രി ചോദിച്ചു, എൻ്റെ CSA, നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും ചിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? എപ്പോൾ നോക്കിയാലും ചിരിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പൊട്ടിക്കരയണമെന്നുണ്ട്, എന്നാലും ഞാൻ ചീഫ് സെക്രട്ടറി അല്ലേ, ചിരിക്കാതിരിക്കാതെ എന്ത് പറ്റും എന്നിങ്ങനെ പറയുകയുണ്ടായി. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ, ഇതിന് മുമ്പ് എഴുതിയൊരു പുസ്തകത്തിൽ 1-2 അനുഭവങ്ങൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇവിടെ 1987 സമയത്ത് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് ഈ ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇൻ റഷ്യ, ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇൻ ജപ്പാൻ, ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇൻ US, എന്നിട്ട് അതേപോലെ തിരിച്ച് ഫെസ്റ്റിവൽ ഓഫ് US ഇൻ ഇന്ത്യ, അങ്ങനെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർഷം 88 ഫെസ്റ്റിവൽ ഓഫ് റഷ്യ ഇൻ കേരള, ഇൻ ഇന്ത്യ, അത് കേരളത്തിലാക്കി. അങ്ങനെ വന്ന ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇതേപോലെ വലിയ പരിപാടിയാണ്. ഇഷ്ടംപോലെ പണം ഉണ്ട് ഗവൺമെൻറ്റിന്, അത് ചിലവഴിക്കുകയാണ്. അപ്പോൾ വലിയ രസമാണ്, പ്രോഗ്രാമെല്ലാം കാണും, റഷ്യൻ ബാലെ എല്ലാം അവതരിപ്പിച്ചു. ഇപ്പോൾ ഞാനായിരുന്നു അന്ന് യൂത്ത് ഡയറക്ടർ.
അപ്പോൾ ഞാനത് കോഴിക്കോട് ഈ തിരുവനന്തപുരം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ പിന്നെ മലബാറിൽ, ഇവിടെ കൊച്ചിയിൽ, പിന്നെ ട്രിവാൻഡ്രത്ത്, ഇങ്ങനെ 3 സ്ഥലത്താക്കി അത് മാറ്റി. അപ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസം ഇതെല്ലാം പ്രോഗ്രാമെല്ലാം അവസാനിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് ഡിന്നർ കൊടുക്കണം ഈ വിസിറ്റിംഗ് ഡെലിഗേഷൻ. അത് റഷ്യയിലെ ഒരു ഡെപ്യൂട്ടി മിനിസ്റ്ററാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചൊരു ഡിന്നർ എല്ലാം ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഈ മന്ത്രി വന്നു, ഈ റഷ്യൻ മന്ത്രി വന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് കയറി വരുമ്പോഴും ഈ ഹാളിൽ കയറി വരുന്നിടത്ത് നല്ല 2-3 പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രവിവർമ്മയുടെ പെയിൻറ്റിങ്സാണ്, ഒറിജിനലല്ല, കോപ്പി ഇതാണ്. ആ പെയിൻറ്റിങ്സ് കണ്ടിട്ട് അദ്ദേഹം അത് പറഞ്ഞു, ഓഹ് വാട്ട് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്, എന്ത് രസമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാരാണ് ഇത് വരച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, എന്തെങ്കിലും പെട്ടെന്ന് പറയണമല്ലോ. അപ്പോൾ ഞാൻ രവിവർമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ രവിവർമ്മയുടെ കൂടുതൽ പെയിൻറ്റിങ് കാണാൻ വല്ല മാർഗമുണ്ടോ? അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്, ആ ആർട്ട് ഗാലറിയിൽ വേണമെങ്കിൽ പോയി നമുക്ക് രവിവർമ്മയുടെ ചിത്രങ്ങൾ വേഗം ഒന്ന് കാണാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് വൈ നോട്ട് വി ഗോ നൗ, കാരണം ഹി വാസ് ഒരു വലിയ പെയിൻറ്റിങ് ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പം ഞാൻ എൻ്റെ മന്ത്രി കൾച്ചറൽ മിനിസ്റ്ററും കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമയം കളയണ്ട, വേഗം ഡിന്നർ എന്താണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവിടെ നിന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തുള്ള ശ്രീചിത്ര ആർട്ട് ഗാലറിയിലേക്ക് പോയി. അവിടെ ചെന്ന് ഈ പെയിൻറ്റിംഗ് എല്ലാം അദ്ദേഹം ഓരോന്നും നോക്കി. ശകുന്തള പിന്നെ കാലിൽ ദർഭമുന കൊണ്ടു എന്ന വ്യാജേന ദുഷ്യന്തനെ തിരിഞ്ഞു നോക്കുന്ന ചിത്രം, പിന്നീട് പിന്നെ ദമയന്തിയും ഹംസവും, അങ്ങനെ ഓരോ ചിത്രത്തിൻ്റെയും മുമ്പിൽ അദ്ദേഹം നിന്ന് അതിൻ്റെ കഥയൊക്കെ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചരിഞ്ഞും തിരിഞ്ഞുമൊക്കെ നോക്കി അത് റിയൽ അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നു. മന്ത്രിക്ക് അങ്ങ് സഹിക്കാൻ മന്ത്രി അങ്ങ് ബോറടിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു, എത്ര നേരമാണ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ മുമ്പിൽ ഇങ്ങനെ സമയം കളയുന്നത്, ഞാനൊന്ന് പുകച്ചിട്ട് വരട്ടെ, പുറയിൽ ഞാൻ പുറത്ത് നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പം മന്ത്രി പുകയ്ക്കാനായിട്ട് പുറത്തു പോയി. അതെല്ലാം കഴിഞ്ഞ് പരിപാടികളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇതേപോലെ പത്രക്കാർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെയിൻറ്റിങ് ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശകുന്തള, ഞാൻ അതിൻ്റെ കോണ്ടെക്സ്റ്റൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശകുന്തള ദർഭമുന കാലിൽ കൊണ്ടു എന്ന വ്യാജേന ദുഷ്യന്തനെ നോക്കുന്ന ആ പെയിൻറ്റിങ് അപാര പെയിൻറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. ഉടൻ തന്നെ എൻ്റെ മന്ത്രി പുകച്ചതിന് ശേഷം മന്ത്രി ഓടി വന്നു. കാരണം പത്രക്കാരൊക്കെ നിൽക്കുകയാണ്, ക്യാമറയിൽ വരണമല്ലോ, പിറ്റേ ദിവസത്തെ ന്യൂസിൽ അത് വരണ്ടേ. അപ്പോൾ എൻ്റെ പത്രക്കാരിൽ ആരാണ്ട് ഒരാൾ ചോദിച്ചു, മന്ത്രിക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ മന്ത്രി ആകെ വെട്ടിലായി. മന്ത്രി ഒരു പെയിൻറ്റിങ് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവസാനം എൻ്റെ അടുത്ത് ഞാനിന്ന് പുകച്ചിട്ട് വരട്ടെ എന്ന് പറയുന്ന സമയത്ത് ദമയന്തിയും ഹംസവും ആ പെയിൻറ്റിങ്ങിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്ന സമയത്താണ് മന്ത്രി ഞാൻ പുകച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അപ്പോഴങ്ങ് പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു സ്ത്രീ ഒരു ക്വാഴിയുടെ കൂടെ നിൽക്കുന്ന ഒരു പെയിൻറ്റിങ് ഇല്ലേ, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ചോദിച്ചു, എന്തോ ക്വാഴിയാണ്? അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ക്വാഴിയ അല്ല അത് പിന്നെ താറാവ്. അപ്പം നോക്കൂ, ഇതൊരു ആക്ച്വലായിട്ട് നടന്ന കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കൾച്ചറൽ മിനിസ്റ്റർ ആകാനായിട്ട് എന്ത് യോഗ്യതയാണ് നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നത്, അല്ലേ? ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരാൾ പിന്നെ കൾച്ചറൽ മിനിസ്റ്റർ ആവുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എഴുതണ്ടേ, ഇതെവിടെയെങ്കിലും ഒന്ന് പറയണ്ടേ? ഇങ്ങനെ ഓരോ ദിവസവും സെക്രട്ടേറിയറ്റിൽ ചെന്ന് കയറുന്ന ദിവസം മുതൽ എനിക്കിതിൻ്റെ ഒരു ഘോഷയാത്രയാണ്. ഞാൻ കുറേ ചിലതൊക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഞാൻ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യാനായിട്ട് ആദ്യം വരുന്നത് 2000 ആണ്ടിൽ റവന്യൂ സെക്രട്ടറി ആയിട്ടാണ്. അതിനു മുമ്പ് ഞാൻ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തിട്ടില്ല. ഇവിടെ പബ്ലിക് സെക്ടറിലൊക്കെ ജോലി ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഡൽഹി സെക്രട്ടേറിയറ്റിൽ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ വരുമ്പോൾ ഒരു ചെറിയൊരു വിഷമമുണ്ട്, ഒരു ചെറിയൊരു പതറിച്ചയുണ്ട്. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇവിടുത്തെ നില, ഒന്നും അറിയില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ജിജി, ഈ സെക്രട്ടേറിയറ്റിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നല്ലൊരു PA വേണം എന്ന് പറഞ്ഞു. ഈ PA ആണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പം നല്ലൊരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് വേണം. അവിടെ ഞങ്ങൾ സ്റ്റെനോഗ്രാഫർ എന്നാണ് പറയുക. ഇപ്പം ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാളെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു നല്ലൊരാളെ കാണിച്ചു തരാമോ? അപ്പോൾ വലിയ പ്രയാസമാണ് കിട്ടാൻ, എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഈ PA സെലക്ട് ചെയ്യാനുള്ള റൈറ്റ് സെക്രട്ടറിക്കുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ മുറിയിലാണെങ്കിൽ ഈ പഴയ ബാർബർ ഷോപ്പ് പോലെയാണ്. ഈ പാതി ഒരു ഹാഫ് ഡോറാണ് ഉള്ളത്. അപ്പോൾ ആരെങ്കിലും വന്നു നിന്നാൽ അയാളുടെ കാലിൽ തൊട്ട്
അരവരെ കാണാം, പിന്നെ ബാക്കി കാണാം. എന്നാൽ ഉയരമുള്ള ആളാണെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ഹാഫ് ഡോറിൻ്റെ മുമ്പിൽ ചിലങ്കയെല്ലാം അണിഞ്ഞ് ഒരാൾ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതാരായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ മേ കമ്മിൻ സർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്ലീസ് കമ്മിൻ. വന്നിരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. വേണ്ട സർ, ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോഴേ ഈ കുട്ടി നല്ല പിന്നെ കറുപ്പിന് 7 അഴക് എന്ന് പറയുന്ന ഒരു നമ്മുടെ ചിത്രം മനസ്സിലൊന്ന് കാണുക. അവൾ നല്ല കറുത്ത സുന്ദരിയായ എന്നൊരു കുട്ടിയല്ല, ഒരു യുവതി വന്നു. അപ്പോൾ അതിന് പോരാഞ്ഞിട്ട് ഒരു കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്, വലിയൊരു പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, കയ്യിൽ ഒരുപാട് വളയുണ്ട്. ആ കൂടി ഒരു പ്രയാസം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ സ്റ്റെനോഗ്രാഫർ ആണോ? അതേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി ഒരു ഡിക്റ്റേഷൻ ഞാൻ തരാം, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേ അവർക്ക് കയ്യിൽ എഴുതാൻ പേനയോ പേപ്പറോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇരിക്കുന്ന പേപ്പർ എഴുതി തന്നെ ഉപയോഗിച്ചോളൂ. അങ്ങനെ അത് അവരെ എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്നതൊന്നും അവർക്ക് പിന്നെ സ്റ്റെനോഗ്രാഫി ആണല്ലോ, അദ്ദേഹത്തിന് ചുരുക്കെഴുത്ത് അറിയില്ല. അപ്പം ലോങ് ഹാൻഡിലാണ് എഴുതുന്നത്. അപ്പം ഞാൻ ലോങ് ഹാൻഡിലല്ലല്ലോ എഴുതേണ്ടത്, ഷോർട്ട് ഹാൻഡിലാണ് എഴുതേണ്ടത്. അത് അറിയില്ല സർ എന്ന് പറഞ്ഞു. അപ്പം ലോങ് ഹാൻഡിൽ എഴുതിയാൽ അതങ്ങനെ ശരിയാവും. അപ്പോൾ അതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പിന്നെ ലോങ് ഹാൻഡ് അറിയില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും? അപ്പം അതൊന്നും കുഴപ്പമില്ല സർ, സാറ് എന്ത് പണി തന്നാലും ഞാൻ ചെയ്തോളാം സാർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഇത് ശരിയാവില്ല. ഉടനെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് പോകാൻ പറഞ്ഞു. സുഹൃത്തിനെ വിളിച്ചിട്ട് ഇത് എവിടെ നിന്ന് കിട്ടി ഈ സാധനത്തിന്, ഇയാളെയാണോ PA ആക്കുന്നത്? ഞാൻ പറഞ്ഞു അതൊരു ലോങ് സ്റ്റോറിയാണ്. അത് ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകളാണ്. ഷി വാസ് എ ക്യാബ്രെ ആർട്ടിസ്റ്റ് ഇൻ കോവളം. അപ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. ഗവൺമെൻറ് ക്യാബ്രയൊക്കെ നിരോധിച്ചപ്പോൾ ജോലി പോയി. അപ്പോൾ അവർക്കൊരു ജോലി വേണം. അപ്പോൾ അതുകൊണ്ടാണ് അവരെ അങ്ങോട്ടേക്ക് പറിച്ചു തന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നിത്യവും ജീവിതത്തിലുണ്ടാവും. ഇതെല്ലാം കാണുമ്പോൾ ചിരിക്കുകയല്ലാതെ എന്ത് ചെയ്യും? ഇതെല്ലാം കാണുമ്പോൾ ഇത് ചിരിച്ച് അത് നമ്മളെ അനുഭവത്തിൽ അത് എഴുതുക, അതാണ്. സാർ പറയുന്ന തമാശകൾ കേൾക്കുമ്പോൾ ഈ കരിയർ എഴുത്ത് സർഗാത്മകമാവുന്നതിനേക്കാളും സർഗാത്മകമായ കരിയറിനെ കുറിച്ച് പറയുന്ന പോലെ തോന്നുന്നു. അത്രയും രസകരമായ കാര്യങ്ങളിലൂടെയാണ്. അപ്പോൾ ഇതിൽ ശ്രീ ലിബിൻ രാജിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ ഏതെഴുത്തുകാരനും ഏത് ഭാവനാശേഷിയുള്ള ആൾക്കും വേണ്ടത് ഒബ്സർവേഷനാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ജോലിയുടെ കൂട്ടത്തിൽ പോകുന്ന ഈ ഒബ്സർവേഷൻ, ഇപ്പോൾ റെയിൽവേ സർവീസിലൊന്നും സെക്രട്ടേറിയറ്റിലുള്ള അത്രയും തമാശകളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രയും പൊതുജനങ്ങളുമായിട്ട് ഇടപെടുന്നില്ല. ഈ ഒബ്സർവേഷൻ നമ്മളെ എഴുത്തിന് സ്വാഭാവികമായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ അത്തരത്തിലുള്ള അവസരങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എഴുത്തിനെ ഉപയോഗപ്പെടുത്താൻ സഹായിക്കുന്നത്? ഇപ്പോൾ ജോലി സ്ഥലത്തെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാത്ത കാര്യങ്ങൾ ഏത് സാധാരണ ആൾക്കും ഉള്ളതുപോലെ നിങ്ങൾക്കും അവസരങ്ങളുണ്ടാവും. സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ചിരിക്കാത്ത ഓഫീസർമാർ ധാരാളമുള്ള ഒരു മേഖലയാണ് സിവിൽ സർവീസ്. ചിരിച്ചു കഴിഞ്ഞാൽ സ്വന്തം സ്ഥാനത്തിന് എന്തെങ്കിലുമൊക്കെ കോട്ടം വരുമെന്ന് തെറ്റിദ്ധരിച്ചു പോയി അതുകൊണ്ട് ചിരിക്കാതിരിക്കുന്ന പല ഓഫീസർമാരും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരു ഓഫീസർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ എന്ത് പ്രപ്പോസൽ ചെന്നാലും അദ്ദേഹം ഉടനെ അതിൽ എഴുതും, ഫയലിൽ എഴുതും, ഇത്ര കാലം ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്തത്, ഹൗ ഹീ മാനേജ്ഡ് സോ ഫാർ. ഉദാഹരണത്തിന് ഒരു ഓഫീസർ അദ്ദേഹത്തിന് ഒരു വണ്ടി വേണം, അപ്പോൾ ഒഫീഷ്യൽ വണ്ടി വേണം. അപ്പോൾ അദ്ദേഹം അതിനൊരു പ്രപ്പോസൽ അയച്ചു. അപ്പോൾ അദ്ദേഹം ആ ഫയൽ നോട്ടിൽ ഇങ്ങനെ എഴുതി ഹൗ ഹീ മാനേജ്ഡ് സോ ഫാർ, എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് തിരിച്ചു വിട്ടു. അപ്പോൾ ഇദ്ദേഹത്തെ ഞങ്ങൾ അക്കാലത്ത് വളരെ ഞങ്ങളുടെ ഈ ജൂനിയർ ഓഫീസർമാർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് തന്നെ ഹൗ ഹീ മാനേജ്ഡ് സോ ഫാർ. ഇതാണ് ഞങ്ങൾ സാധാരണഗതി അദ്ദേഹത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്യം. അദ്ദേഹത്തിൻ്റെ പേര് പറയില്ല, തസ്തിക പറയില്ല, അതിന് പകരം ഞങ്ങൾ പറയും ഇപ്പോൾ ഒരു ഫയല് ഹൗ ഹീ മാനേജ്ഡ് സോ ഫാറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പറയും അതിപ്പോൾ തിരിച്ചു വരും, അടുത്ത കൊറി ഇട്ടിട്ട് തിരിച്ചു വരും. നമ്മൾ ഈ ഒഫീഷ്യൽ ലാംഗ്വേജിൽ കൊറി എന്നാണ് പറയുന്നത്, സംശയം ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ കേട്ട ഒരു അനുഭവം ഞാൻ എൻ്റെ ഒരു നോവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ മകന് വിവാഹപ്രായമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനോട് ഈ കാര്യം പറയണം. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം വീട്ടിലും ആരോടും ചിരിക്കത്തില്ല, വളരെ സൈലൻ്റ് ആണ്, ഓഫീസ് പോലെയാണ് വീടിനെ കാണുന്നത്. അപ്പോൾ ഭാര്യ ഒരു ദിവസം രാവിലെ ചായ കൊടുത്തപ്പം മടിച്ചു പറഞ്ഞു, മോന് ഇങ്ങനെ ഒരു പ്രണയമുണ്ട്, അപ്പോൾ അവന് വിവാഹം കഴിച്ച് സെറ്റിലാവണമെന്ന് താല്പര്യമുണ്ട്, അപ്പോൾ അങ്ങ് ഇതിലൊരു തീരുമാനം എടുക്കണം.
അപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് വൈഫിനോടും കുട്ടിയോടും ചോദിച്ചു, ഹൗ ഹി മാനേജ്ഡ് സോ ഫാർ. അപ്പോൾ ഇത് ചിരിക്കാത്ത ആളുകളുടെ തമാശയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. പക്ഷേ ഈ കരിയർ എഴുത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള തമാശകൾ ചേർത്ത് പുസ്തകങ്ങൾ എഴുതാമെങ്കിലും കരിയർ എഴുത്ത് വായിക്കുന്നത് സ്വന്തം ഭാവിയെ വളരെ ഉത്കണ്ഠാകുലമായി കാണുന്ന ഒരു കൂട്ടം കുട്ടികളാണ്. അപ്പോൾ അവർ നമ്മൾ ഇത്തരം തമാശകളോ അനുഭവങ്ങളോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പേജ് സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് കോർ ലിറ്ററേച്ചർ വായിക്കുന്നവർ ജീവിതത്തിൽ എല്ലാ ലക്ഷ്യങ്ങളും നേടി ഒന്ന് സെറ്റിലായതിനു ശേഷമായിരിക്കും ഒരു പക്ഷേ അവർ വായിക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യം നേടുന്നതിന് മുമ്പായിരിക്കും. പക്ഷേ കരിയർ പുസ്തകങ്ങൾ പ്രധാനമായിട്ടും വായിക്കുന്നത് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം കുട്ടികളായിരിക്കും ഈ പുസ്തകങ്ങൾ വായിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഞങ്ങളിരിക്കുന്ന സിവിൽ സർവീസ്, ഈ സിവിൽ സർവീസിലേക്ക് വരാതെ പോയ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ ക്ലിയർ ചെയ്യാതെ പോയ ലക്ഷക്കണക്കിന് ആളുകളുടെ വിയർപ്പിലും വേദനയിലും ചവിട്ടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നതെന്ന് തോന്നാറുണ്ട്. കാരണം എനിക്ക് പല കുട്ടികളെയും കാണുമ്പോൾ, അതായത് പലർക്കും നേടണമെന്നുണ്ട്, ലക്ഷ്യം നേടാനായിട്ട് അവർക്കുള്ള വഴി അറിയില്ല, അവർക്കത് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല. അതുകൊണ്ട് തന്നെ കരിയർ പുസ്തകങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ ഇത്തരം പുസ്തകങ്ങൾ വളരെയേറെ ഹെൽപ്ഫുള്ളാണ്. അതേസമയം ഇത്തരം പുസ്തകങ്ങൾക്ക് ഒരു മറു സൈഡ് കൂടിയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ കരിയർ പുസ്തകങ്ങൾ അധികം എഴുതാത്തത്. ഇന്നലെയും വൈകുന്നേരം എന്നെ ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ പബ്ലിഷർ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സാറ് ഞങ്ങൾക്കൊരു കരിയർ പുസ്തകം തരണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കരിയർ പുസ്തകങ്ങൾ എഴുതുന്നത് നിർത്തി. കാരണം അദ്ദേഹത്തിന് അറിയാൻ ഞാൻ മുമ്പ് എഴുതിയ 3 കരിയർ പുസ്തകങ്ങളും 10 എഡിഷൻ കടന്നവയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സെല്ലിംഗ് പോയിൻ്റ് ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു സിവിൽ സർവീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മത്സര പരീക്ഷയെക്കുറിച്ചോ ഒരു പുസ്തകം എഴുതണമെങ്കിൽ ഏകദേശം 2 മാസം കൊണ്ട് ഒരു പുസ്തകം എഴുതിയാൽ എളുപ്പത്തിൽ ഒരു 5 എഡിഷൻ വിൽക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. പക്ഷേ ആ പുസ്തകം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഡാമേജ്, എത്രത്തോളം അപകടമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്നെ പലപ്പോഴും ഉത്കണ്ഠപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ കേൾക്കേണ്ട ഒരു പേര് ബ്യൂങ് ചുൾ ഹാൻ എന്ന് പറയുന്ന ഒരു സൗത്ത് കൊറിയൻ ഫിലോസഫറുണ്ട്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തെ കിട്ടും. ചുൾ ഹാൻ, CHULHAN, ചുൾ ഹാൻ. അദ്ദേഹം ജർമ്മനിയിൽ ജീവിക്കുന്ന ഒരു സൗത്ത് കൊറിയൻ ഫിലോസഫറാണ്. അദ്ദേഹം പറയുന്നത്, നമ്മളിങ്ങനെ എക്സസീവായിട്ട് നമ്മളോട് തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഗാസയിലെ യുദ്ധത്തെക്കുറിച്ചും വിദേശത്ത് നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും നമ്മുടെ അതിർത്തിയിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് വലിയ സങ്കടമുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ നടത്തുന്ന യുദ്ധങ്ങളാണ് പലപ്പോഴും കരിയർ പുസ്തകങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം സമൂഹം മുഴുവൻ തന്നിലേക്ക് ഒതുങ്ങുകയും മറ്റുള്ളവരുമായിട്ട് അല്ല യുദ്ധം ചെയ്യുന്നത്, നമ്മളുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അതെവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഞാൻ ഈ മത്സര പരീക്ഷകളിൽ വിടുന്ന പല കുട്ടികളെയും കാണുമ്പോൾ അവരിതിനെ മത്സരമായിട്ട് എടുക്കുമ്പോൾ അവരവസാനം എത്തിച്ചേരുന്നത് എക്സോഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ്, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നുള്ളൊരു ലെവലിലേക്കാണ്, അല്ലെങ്കിൽ ബേൺ ഔട്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി, ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് ലവിൽ വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ ടെക്നോളജിയുടെ അതിതീവ്രമായ യുദ്ധത്തിനകത്ത് പെട്ടുപോയ പരാതങ്ങളാണ് നമ്മൾ നമ്മളെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരെ അല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ചുൾഹാൻ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കരിയർ പുസ്തകങ്ങൾ ഞാനിപ്പോൾ എഴുതാത്തതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇത് വലിയ തോതിലുള്ള ടോക്സിക് സെൻസ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് സിവിൽ സർവീസ് കിട്ടി, എന്നെ കാണുന്ന ഒരു കുട്ടി, ഒരു സാധാരണക്കാരനായ കുട്ടി, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു താഴെത്തട്ടിൽ നിന്ന് സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ മലയാളം മീഡിയത്തിൽ മലയാളം ഓപ്ഷണൽ എടുത്ത് സിവിൽ സർവീസ് പരീക്ഷ പഠിച്ചു വരുമ്പോൾ ഒരു സാധാരണക്കാരനായ കുട്ടിയുടെ ഉള്ളിൽ അതൊരു തോട്ട് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്, എനിക്കും കഴിയും. പക്ഷേ കഴിയുമോ ഇല്ലയോ എന്നുള്ള ആഗ്രഹം ഒരു ഘട്ടം എത്തുമ്പോൾ അവന് മനസ്സിലാവണം. ഞാനൊരിക്കൽ ഒരു സാഹിത്യ ശില്പശാല, മലയാള മനോരമ സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാലയിൽ പങ്കെടുത്തപ്പോൾ, ബാലജന സഖ്യത്തിൻ്റെ സാഹിത്യ ശില്പശാലയിൽ പങ്കെടുത്തപ്പോൾ അന്ന് മഹാനായ എഴുത്തുകാരൻ MD ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളെല്ലാം എഴുത്തുകാരാവാൻ ആഗ്രഹിക്കുന്നവരാണ്, പക്ഷേ ഇവിടെ ഇത് കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കണം, നിങ്ങൾ കുറച്ച് പേരെങ്കിലും എഴുത്ത് നിർത്തണം. അതുകൊണ്ട് തന്നെ കരിയർ പുസ്തകങ്ങൾ ഞാനിപ്പോൾ എഴുതാത്തതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ടോക്സിസിറ്റി കൂടിയാണ്. പിന്നെ ലിപിൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം ചേർക്കാൻ വേണ്ടി മാത്രം, ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഈ കൊറി ഉന്നയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ 3 തരത്തിലാണ് ഞങ്ങൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു കത്തയച്ചാൽ കൊറി ഇടുന്ന ആളിനെ കൊറിയൻ എന്ന് വിളിക്കും. അതിൽ കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയ കൊറിയൻ ആണെങ്കിൽ കൊറി ആശാൻ എന്ന് വിളിക്കും.
ഇനി ഇതിനേക്കാളും വലിയ ആളാണെങ്കിൽ കുറേ ഉസ്താദ് എന്ന് വിളിക്കും. കുറേ ഉസ്താദുമാരൊക്കെ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ടാവും, അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ കരിയർ എഴുത്ത് സർഗാത്മകമാവണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉള്ളൊരാഗ്രഹമാണെങ്കിലും കരിയർ പുസ്തകങ്ങൾ എഴുതുന്നത് നിങ്ങൾ കുറയ്ക്കരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ തന്നെ ചെയ്യണം, വേറെ ആളുകൾക്ക് അത് പറഞ്ഞുതരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളാരും അത് നിർത്തരുത് എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. സാറ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അതുകൂടി പറഞ്ഞ് നമുക്കൊന്ന് അവസാനിപ്പിക്കാൻ. ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്കും ചില പോയിന്റ്സ് സാറ് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിനെ എങ്ങനെ ക്രിയേറ്റീവായി കൊണ്ടു നടക്കാം എന്നുള്ളതിനെക്കുറിച്ച്. ഒന്നാമത്തെ ഞാനൊരു കരിയർ എഴുതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ശ്രീജിത്ത് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഒരു കഥ പറച്ചിലിൻ്റെ മികവ് ഉപയോഗിക്കണം. നമ്മൾ ലക്ഷ്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ യാത്ര ഒരു കഥയായിട്ട് അവതരിപ്പിക്കണം. ലിപിനും അത് പറയുകയുണ്ടായി. ഒരു ടേണിംഗ് പോയിന്റിൽ നിന്നും തുടങ്ങാം. വഴിയിലുണ്ടായ വെല്ലുവിളികൾ പറയാം. ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഞാനത് ഒരിക്കലും എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ IAS അക്കാഡമിയിൽ പോകുമ്പോൾ IASകാരെയെല്ലാം ഈ കുതിരസവാരി പഠിപ്പിക്കും. അത് അത്ര എളുപ്പമുള്ള പണിയല്ല, നമുക്ക് പരിചയമില്ല. അപ്പോൾ കുതിരസവാരിയുടെ മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ അതിൻ്റെ കടിഞ്ഞാൺ പിടിക്കുമ്പോൾ കയ്യിലെ തൊലിയെല്ലാം പൊട്ടും. പിന്നെ തുടയുടെ ഇന്നർ തൈസിൽ തൊലിയും ഒരഞ്ഞൊരഞ്ഞ് പൊട്ടും. ഇതിപ്പോൾ എളുപ്പമല്ല ഇത് പഠിക്കാൻ. ഈ കുതിര ചാടുന്നതിനനുസരിച്ച് നമ്മളും ഉയരുകയും താഴുകയും വേണം. അപ്പോൾ അത് വലിയ പാടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇത് പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് പഠിച്ചേ പറ്റുള്ളൂ. അന്ന് ഇന്ദിരാഗാന്ധി, പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയോട് ആ ഒരു പത്രക്കാരൻ ചോദിച്ചു, ഈ ബ്രിട്ടീഷുകാരൊക്കെ പോയല്ലോ, ഇനി എന്തിനാണ് ഈ കുതിരസവാരി IASകാരെ പഠിപ്പിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഒരു കുതിരയെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ആൾ പിന്നെ എങ്ങനെ ഒരു ജില്ല ഭരിക്കും? അതുകൊണ്ട് അവർ പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പഠിക്കാൻ നിവൃത്തിയില്ല, പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇത് ഓടുമ്പോഴും ചിലപ്പോൾ തെറിച്ച് വീഴുമോ എന്നൊക്കെ പേടിച്ച് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുമോ, നാളത്തെ മനോരമ പത്രത്തിലെ ഒരു വാർത്ത വരും, കുതിരസവാരി നടത്തിയ IAS പരിശീലനാർത്ഥി തെറിച്ച് വീണ് കഴുത്തൊടിഞ്ഞു എന്നൊരു വാർത്ത വരും എന്ന് ആക്ച്വലി വിചാരിച്ചിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് പതിയെ പിന്നെ പഠിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് അത് കാൻറ്റർ എന്ന് പറയുമ്പോൾ ആടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പഠിച്ചു. അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റാണ്, ഒരു വഴിത്തിരിവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മളത് തുടങ്ങാൻ. പിന്നെ 2 പ്രതീകങ്ങളും രൂപകങ്ങളും ഉപയോഗിക്കണം. വായനക്കാരൻ വ്യക്തമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഭാഷ ഉപയോഗിക്കണം. ഇപ്പം മൈ കരിയർ പാത്ത് ഈസ് ഇൻ ദ ലാഡർ. ഇറ്റ് ഈസ് എ മാപ്പ് വിത്ത് ഫോറസ്റ്റ്, റിവേഴ്സ് ആൻഡ് ആൻ ഒക്കേഷണൽ മൗണ്ടൻ. എൻ്റെ കരിയർ ഒരു ഏണിയല്ല, കാടുകളും നദികളും വല്ലപ്പോഴുമൊക്കെ കുന്നും നിറഞ്ഞ ഒരു മാപ്പാണ് എന്ന് പറയുമ്പോൾ വായിക്കുന്ന ആളിൻ്റെ മനസ്സിൽ ഒരു ചിത്രം പെട്ടെന്നങ്ങ് ഉണ്ടാവുകയാണ്. ഒരു ഏണി, ഈ ചിത്രം, ഞാൻ ഈ വിശദീകരിച്ച ചിത്രം അയാളുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് പ്രതീകങ്ങളും രൂപങ്ങളും ഉപയോഗിക്കണം. പ്രസ്താവനകൾക്ക് പകരം സീനുകൾ ഉണ്ടാക്കണം. എനിക്കൊരു നല്ല ആശയവിനിമയക്കാരനായിരിക്കണം എന്ന് എഴുതുന്നതിന് പകരം ഒരു സംഘത്തോട് സംസാരിക്കുമ്പോൾ അവർ താല്പര്യത്തോടെ കേൾക്കുന്ന ഒരു നിമിഷം ഞാൻ സ്വപ്നം കാണുന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി അത് റീഡബിൾ ആവും. പിന്നെ നിങ്ങളുടെ സ്വന്തം ഭാവനയും ഹാസ്യവും ചേർക്കണം. ഞാനത് ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ലക്ഷ്യങ്ങളും വികാരങ്ങളും ഒരുമിച്ച് എഴുതണം. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പോരാ, ആ ലക്ഷ്യത്തോടൊപ്പം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടി പറയണം. ഇപ്പം ഞാൻ IAS ഓഫീസർ ആകാനാണ് എൻ്റെ ആഗ്രഹം. എന്തിനാണ് IAS ആകുന്നത്? വേറെ എന്തെല്ലാം പണികളുണ്ട്, ഇതിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന എത്ര ജോലികളുണ്ട്. അപ്പോൾ പറയണം, ജനങ്ങൾക്ക് നീതിപൂർവകമായ ഒരു ജീവിതം നൽകാനാണ് ഞാൻ ഈ പൊതുജന സേവനം തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ ലക്ഷ്യവും അതിന് വേണ്ടുന്ന പിന്നെ നമ്മുടെ വികാരങ്ങളും അതിൽ ഒത്തുചേരും. പിന്നെ സൃഷ്ടിപരമായ ഘടനകൾ പരീക്ഷിക്കണം. അപ്പോൾ അത് വേറൊരു മാർഗമാണ്. വിരോധാഭാസങ്ങൾ ഉപയോഗിക്കണം. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്, എവിടെയാണ് വ്യത്യാസം കാണിക്കുക? ടുഡേ ഐ ഡീകോഡ് സ്പ്രെഡ്ഷീറ്റ്സ്, ടുമോറോ ഐ വോണ്ട് ടു ഡീകോഡ് ഹ്യൂമൻ ബിഹേവിയർ. ഇന്ന് ഞാൻ സ്പ്രെഡ്ഷീറ്റുകൾ തിരിച്ചറിയുന്നു, നാളെ ഞാൻ മനുഷ്യരുടെ പെരുമാറ്റങ്ങളുടെ പാത തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. പിന്നെ പൂർണ്ണമായിട്ടും ഒരു റൈറ്റ് വിത്ത് ക്യൂരിയോസിറ്റി ആൻഡ് നോട്ട് വിത്ത് സെർട്ടനിറ്റി, അതാണ് അടുത്ത പോയിൻറ്റ്. പിന്നെ വ്യത്യസ്ത സൃഷ്ടിപരമായ ശൈലികളിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിക്കണം. അതിനകത്ത് കാവ്യഭാവം, ഹാസ്യഭാവം എല്ലാം ഉണ്ടാവാം. പിന്നെ ഇത് എല്ലാത്തിനും ഉപരിയായി ഇത് പ്രചോദനാത്മകമായിരിക്കണം. ഇത് വായിക്കുന്ന ആളിന് ഇതിൽ നിന്നും നേരത്തെ ഇവിടെ ലിപിൻ പറഞ്ഞതുപോലെ ഇത് അവർക്കൊരു ഇൻസ്പിറേഷണലായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഈ എഴുത്ത്
കൂടുതൽ സർഗാത്മകമാകുന്നത്. ഇതുമായിട്ട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയാം. കരിയർ ഫിക്ഷനെ വളരെ ഗൗരവമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഇനിയും സിവിൽ സർവീസിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലകളിലോ കരിയർ ഫിക്ഷനിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത മേഖലകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് 2 വർഷമാണ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ട്രെയിനിങ്ങിന് പോകുന്നത്. ഈ 2 വർഷത്തെ കാലത്തെ ഭാരത് ദർശൻ എന്ന് വിളിക്കും. അത് പല സർവീസിലും പല രീതിയിലായിരിക്കും. ചിലർ ട്രെയിനിൽ ഇന്ത്യ മുഴുവൻ ചുറ്റും, ചിലർ ഗ്രാമങ്ങളിൽ പോയി വർക്ക് ചെയ്യും, ചിലർ ഗ്രാമത്തിൽ പോയിട്ട് സന്ദർശനങ്ങൾ നടത്തും, ചിലർ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പല രഹസ്യാന്വേഷണ മേഖലകളിൽ വർക്ക് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിൽ പോകുന്നവർക്ക് കരിയർ ഫിക്ഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ട്രെയിനിങ് സമയത്ത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കഴിച്ച ഭക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ മനോരമയ്ക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് തീൻമേശ കുറിമാനം എന്നാണ്. അതിൽ ഞാൻ ഒരു പ്രത്യേക ഡിഷിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ ഡിഷിൻ്റെ പേര് ദാൽ റൈസിന എന്നാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനിൽ മാത്രം കുക്ക് ചെയ്യപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ദാൽ റൈസിന. അത് കഴിക്കാൻ ആകെ എലിജിബിലിറ്റി ഉള്ളത് ഇന്ത്യൻ രാഷ്ട്രപതിക്കും അവിടുത്തെ സ്റ്റാഫിനും അവരുടെ ഗസ്റ്റിനുമാണ്. അപ്പം ഞാൻ സാധാരണ നാട്ടിൻപുറത്തെ വീട്ടിൽ ചോറും മോരുകറിയും കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രപതിയെ കാണാൻ പോയപ്പം അവിടെ നിന്ന് ദാൽ റൈസിന എനിക്ക് തന്നു. അപ്പോൾ തന്ന കുക്ക് എന്നോട് പറഞ്ഞു, ഇത് ലോകത്ത് വേറെ ഒരിടത്തും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അത് സിവിൽ സർവീസിൽ കിട്ടിയ ഒരു അപൂർവമായ ഒരു അനുഭവമാണ്. അതേപോലെ പല ഗ്രാമങ്ങൾ സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമങ്ങളെ മാത്രം അധികരിച്ചുകൊണ്ട് ഞാൻ മരങ്ങൾ ഓടുന്ന വഴി എന്നൊരു യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ മേഖലകൾ സിവിൽ സർവീസിനകത്ത് നിന്ന് ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലേക്ക് കരിയർ ഫിക്ഷൻ പുതിയ കാലത്ത് മാറിയിട്ടുണ്ട്. സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. ചോദ്യങ്ങൾ ഉണ്ടോ? 1 അല്ലെങ്കിൽ 2 മാക്സിമം. പെട്ടെന്ന്. കഴിഞ്ഞ സെഷനും കുറച്ച് നീണ്ടുപോയിരുന്നു, അതുകൊണ്ടാണ്. ഇനിയും സെഷൻസ് വരുന്നു. ജിജി സാറിൻ്റെ ക്ലാസ് ചർച്ച തുടങ്ങിയപ്പോൾ ഒരു സാഹിത്യ ക്ലാസ്സിലിരുന്ന അതേ അനുഭവം കിട്ടി എന്ന് പറയുകയാണ്. രണ്ടാമതായിട്ട് സാറിൻ്റെ ഈ പിശുക്കി എഴുതുന്ന ഇതുകൊണ്ടായിരിക്കും നത്തിങ് പേഴ്സൺ എന്ന് പറയുന്ന ഇത് അതൊക്കെ വളരെ കുറഞ്ഞു പോയിന്ന്, അത് പെട്ടെന്ന് തീർന്നു പോയിന്ന് തോന്നി. കാരണം ചെറിയ പുസ്തകമാണ്, പക്ഷേ പെട്ടെന്ന് അതൊക്കെ കൂടുതൽ കുറച്ചുകൂടെയൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെയൊക്കെ സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അവിടെ അല്ല, എൻ്റെ ഒരു ചോദ്യം സാറിനോടാണ്. ഈ കരിയർ എഴുത്ത് കൂടി നമ്മളിവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ബംഗാളിൽ നിന്ന് ആൾ വരേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം കൂപ്പുകുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ കരിയർ എഴുത്തുകാർ ഈ സാധാരണ ജോലികളുടെ ഒരു മനോഹാരിതയെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന ആ ഒരു ടെൻഷൻ ഫ്രീയെക്കുറിച്ചും ഒക്കെ എന്തുകൊണ്ടാണ് എഴുതാത്തത്? ഞാൻ മുമ്പ് പറഞ്ഞ ആശയത്തെക്കുറിച്ച് അങ്ങ് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എക്സോസിറ്റീവ് സൊസൈറ്റി, അത് കരിയർ എഴുത്തിൽ ഈ ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അപകടകരമായ പ്രവണതയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു 2010 തൊട്ട് 2015 വരെ സിവിൽ സർവീസ് പുസ്തകങ്ങൾക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഡിമാൻഡ് ഇന്നില്ല. അതേപോലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾക്ക് 2000-ൻ്റെ തുടക്കത്തിൽ വലിയ ഡിമാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പാചക പുസ്തകങ്ങൾക്ക് അത്ര ഡിമാൻഡില്ല. കാരണം യൂട്യൂബിൻ്റെ വരവോടുകൂടി എല്ലാവർക്കും യൂട്യൂബിൽ ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ ഏത് മെനുവും കിട്ടുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. കരിയറും അതേ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ യുവതലമുറയ്ക്ക് എന്താണ് ആവശ്യം? അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ജോലികൾക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ട് എന്നുള്ള രീതിയിലുള്ള കരിയർ എഴുത്തുകൾ നടക്കുന്നില്ല. മറിച്ച് എവിടെയാണ് കരിയറിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത്? സിവിൽ സർവീസാണ്. അതിനുശേഷം കേന്ദ്ര സർക്കാർ ജോലികളാണ്. അതിനുശേഷം സംസ്ഥാന സർക്കാർ ജോലികൾ. ഒരുപക്ഷെ ബിസിനസ്സുകൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള പുസ്തകങ്ങളുണ്ട്. അതേസമയം ഒരു തട്ടുകട എങ്ങനെ തുടങ്ങാം, അതെങ്ങനെ തുടങ്ങി വിജയിപ്പിക്കാം എന്നതിനെപ്പറ്റി ആരും പുസ്തകം എഴുതാൻ ധൈര്യപ്പെടില്ല. അല്ലെങ്കിൽ ഒരു നെയ്ത്തുശാല സ്വന്തമായി തുടങ്ങി അത് വിജയിപ്പിക്കാം എന്നതിനെപ്പറ്റി ആരും പുസ്തകം എഴുതില്ല. മറിച്ച് ഓഹരി മാർക്കറ്റിൽ എങ്ങനെ പണം നിക്ഷേപിച്ച് ഇരട്ടിയാക്കാം എന്നതിനെ, ഇത് സമൂഹത്തിൻ്റെ ടോക്സിസിറ്റിയാണ്. സമൂഹത്തിന് എന്താണോ വേണ്ടത് അതാണ് എഴുത്തുകാരൻ ആ ഓഡിയൻസിനെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ട്രെൻഡ് മാറിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കരിയർ പുസ്തകങ്ങൾ ഇപ്പോൾ എടുത്ത് നിർത്തിയതിനൊരു പ്രധാനപ്പെട്ട കാരണം കോർ ലിറ്ററേച്ചർ ജീവിതം അതിനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ കരിയർ പുസ്തകങ്ങൾ ഒരു പരിധി വരെ മാത്രമേ അത് കവർ ചെയ്യുന്നുള്ളൂ. വേഗം നേരിട്ട് ചോദിച്ചാൽ പോരെ? നമ്മളന്ന് വായിച്ചത് 20-30 ഇയേഴ്സിന് ശേഷമാണ് അഡ്വാനി പാർലമെന്റ് ഉദ്ദേശിച്ചത്, നെഹ്റു പട്ടേൽ ലിസ്റ്റ്. അതിപ്പോൾ വന്നു കഴിഞ്ഞാൽ അതിനുശേഷമാണ് ഓൾ ഇന്ത്യ അറിയുന്നത്. അതേസമയം
ഇപ്പോഴും ബംഗബന്ധുവിനെ കുറിച്ചുള്ള ബേസിക് സാധനം പുള്ളി എഴുതിയിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല നമ്മളത്. അതേപോലത്തെ സാധനങ്ങൾ നിങ്ങളുടെ ഇതിൽ നിന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ചോദ്യങ്ങളില്ല, നമ്മൾ പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു. വളരെ പ്രചോദനാത്മകമായ ഒരു സെഷനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സാധാരണ വിഷയമല്ല എന്നിട്ട് പോലും വളരെ സാധാരണക്കാരുമായി റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ രണ്ടുപേരും സംസാരിച്ചു. ജിജി തോംസൺ സാറിനും ശ്രീ ലിബിൻ രാജിനും പ്രത്യേകം നന്ദി. താങ്ക് യു.